അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒന്ന് ആദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ. മറ്റെവിടെയൊക്കെ അല്ല, നമ്മുടെ സ്വന്തം വയനാട്ടിലേക്കാണ്. അപ്പോൾ വയനാടും പിന്നെ അവിടുത്തെ എന്താ പറയുക കുരങ്ങന്മാരും പിന്നെ നമ്മുടെ ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ടായി കേട്ടോ നമ്മൾ പോകുമ്പോൾ. പിന്നെ നമ്മൾ ഏകദേശം ഒരു പകൽ ടൈമിലായതുകൊണ്ട്, ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് ഇരുടായിട്ടൊന്നും ഇല്ലായിരുന്നു, രാത്രി ടൈമല്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെൽക്കം ടു വയനാട്. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോയതാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വന്നതാ ഇപ്പോൾ ഒരു ചെറിയൊരു കടയുടെ മുന്നിലെത്തിയിട്ട്. അപ്പോൾ കടയിൽ ഇതാ ഈ എന്താ പറയുക മുട്ട റോസ്റ്റോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങനത്തെ ഒരു 3-4 വാങ്ങിച്ച് കഴിച്ച് നോക്കാമെന്ന്. ടേസ്റ്റി ഉണ്ടാവില്ല. ഒരു താത്താൻ്റെ കടയാണ് കേട്ടോ അത്. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും ചായയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒന്ന് പോകുമ്പം വഴിയരികിലുള്ള കടയല്ലേ, അപ്പോൾ കഴിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും പിന്നെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം തേനെല്ലിക്കയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേനെല്ലിക്കയുടെ കാര്യം പറയണ്ടല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തേനെല്ലിക്ക വീട്ടിലുണ്ടാക്കാം കേട്ടോ. ആ ഇത്താത്തയും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് 2 കൂട്ടുകാരാണ് കേട്ടോ. 2 കൂട്ടുകാർ അവിടെ കുത്തിരുന്ന് എൻ്റെ എന്താ തിന്നുന്ന പേരയ്ക്കയോ മറ്റോ തിന്നാണെന്ന് തോന്നുന്നു. നല്ലൊരു വൈബ് തന്നെയാണല്ലേ ഈ ഒരു വയനാട് യാത്ര എന്ന് പറയുന്നത്. ചുരങ്ങളും മരങ്ങളും എന്താ പറയുക, പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് പറയൂലേ, അതുപോലെ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ജസ്റ്റ് വെറുതെ ആ ഒരു ചുരങ്ങളൊക്കെ കയറി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് തന്നെ ഒരു എന്താ പറയുക, നമ്മളെ മനസ്സൊക്കെ ഒന്ന് നല്ല ഒരു ഫീലാണ്. നല്ലൊരു എന്താ പറയാണ്ടേ തന്നെ അറിയില്ല, അത്രയും നല്ലൊരു ഇതാണല്ലോ. നല്ലൊരു വൈബാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആയില്ലേ നമ്മളൊക്കെ ഇങ്ങനെ പോയി വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ട്രിപ്പ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതാ കണ്ടില്ലേ, ഇത് മുകളിൽ എത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. എത്രയോ കാലമായിട്ടോ നമ്മളിവിടെയൊക്കെ വന്നിട്ട്. നമ്മളിപ്പോൾ കൊറോണേൻ്റെ ഒക്കെ മുമ്പ് വന്നതാണ് ആക്ച്വലി. ഇപ്പം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അടിപൊളിയായിട്ടുണ്ട്.